വേണ്ടി മാഡത്തിന് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ഒരു ഭാഗത്തിരുന്ന് ഹെഡ്ഫോൺ വെച്ച് ധ്യാനം കൂടാമെന്നായിരുന്നു. അങ്ങനെ അതും എനിക്ക് ഒരുക്കി തന്നു. അപ്പോൾ അവിടെ എനിക്ക് ആദ്യം ഒരു റിസപ്ഷൻ ഏരിയയിലാണ് എനിക്ക് സ്ഥലം കാണിച്ചു തന്നെ. പിന്നെ ആ ടീച്ചർ വന്നു പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇരിക്കണമെങ്കിൽ അവിടെ ആ റൂമിൽ പോയിരുന്നു എന്നും പറഞ്ഞ് എനിക്ക് വേറൊരു റൂം തുറന്നു തന്നു ആ ടീച്ചർ. അപ്പോൾ എനിക്ക് അവിടെ ഹെഡ്ഫോണിൻ്റെ പോലെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ ഫോണിൽ എനിക്ക് ധ്യാനം മുഴുവനായിട്ട് കൂടാൻ പറ്റി. ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് വന്നപ്പോൾ ഔട്ട് ഓഫ് 150 ക്വസ്റ്റ്യൻസ് ഈ കുട്ടി എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ ഇത്ര പ്രാവശ്യം ഞാൻ റൈറ്ററായിട്ട് പോയിരുന്നിട്ട് ഈ കുട്ടിക്ക് 100 ക്വസ്റ്റ്യൻസ് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായിട്ട് ആ കുട്ടിക്ക് 150 ഔട്ട് ഓഫ് 150 ക്വസ്റ്റ്യൻസും ആ കുട്ടി അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു 3 മണിക്കൂർ കൊണ്ട് അമ്മ ഞങ്ങൾക്ക് 12 അനുഭവങ്ങളാണ് തന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു നേരത്ത് അമ്മ എൻ്റെ കൂടെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയായിരുന്നു. വേറൊരു കാര്യത്തിലേക്ക് അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതേപോലെ ഞാൻ വിളിക്കുന്നു, അമ്മ എനിക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ആ സമയത്ത് തന്നത്.